CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ ചരിത്രമുഹൂർത്തം. ക്ഷേത്രനടയിൽ നടന്ന വിവാഹങ്ങൾ സർവകാല റെക്കോർഡായി. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതായി ഗുരുവായൂരിലെ വിവാഹത്തിരക്ക് നിയന്ത്രണം. ദേവസ്വവും നഗരസഭയും പോലീസും ഒന്നിച്ചതോടെ 1000 വിവാഹം വേണമെങ്കിലും നടത്താം എന്നതായി സ്ഥിതി. മുണ്ടൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കേച്ചേരി മണലി രായമരക്കാർ വീട്ടിൽ ഷമീറിന്റെ മകൻ മുഹമ്മദ് അഫ്താബാണ് മരിച്ചത്. തൃശൂർ ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് KCCLന്റെ ആദരം. കഴിഞ്ഞ ദിവസം ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന COA സംരംഭക കൺവെൻഷനിലാണ് ബ്രോഡ്ബാൻഡ് ബിസിനസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കേരള വിഷനെ ആദരിച്ചത്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ഹോട്ടലിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. KMM ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന മിലോട്ടെ കഫയിലാണ് ഞായറാഴ്ച പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. സംസ്ഥാന പാതയിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വട്ടത്താണി സ്റ്റോപ്പിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലേക്ക് ഇടിച്ചു കയറിയ അപകടം. മലപ്പുറം സ്വദേശികളായ 5 അംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. ഗൃഹനാഥിയെ ഭീഷണിപ്പെടുത്തി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം 6.5 പവൻ സ്വർണവുമായി യുവാവ് മുങ്ങിയതായി പരാതി. ആലപ്പുഴ സ്വദേശിയായ വിഷ്ണുവിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. മരത്തങ്കോട് ഗാന്ധിനഗർ കിടങ്ങൂർ ചിറ്റിലപ്പള്ളി വീട്ടിൽ ബാബുവാണ് മരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമീണ വായനശാലയിൽ നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ഓണക്കിറ്റ് വിതരണത്തിന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച തുടക്കമാകും. മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളുള്ളവർക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക. വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിനോദ കേന്ദ്രമായ കടപ്പുറം അഴിമുഖത്തിന് കൂടുതൽ മനോഹാരിത സമ്മാനിച്ചും കാഴ്ചക്കാർക്ക് കണ്ണിന് ഏറെ ആനന്ദം പകർന്നും വിരിഞ്ഞത് ചെണ്ടുമല്ലിപ്പൂക്കളുടെ പൂന്തോട്ടം. പൂവിളികളുമായി പൊന്നോണം പടിവാതിൽക്കൽ വന്നെത്തിയ സമൃദ്ധിയുടെ സന്തോഷക്കാലത്ത് കൂടുതൽ ആഘോഷപൂർണ്ണമാക്കാൻ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പിന് തുടക്കം. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബെഡ്സ് സ്കൂളായ സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ ചെണ്ടുമല്ലി കൃഷി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 15ാമത്തെ മേലധ്യക്ഷനായിരുന്ന ആലത്തൂര് പനക്കൽ ജോസഫ് മാർ കൂർലോസ് മെത്രാപ്പോലിത്തയുടെ 10ാമത് ഓർമ്മ പെരുന്നാൾ സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ ആചരിച്ചു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളായി നടന്ന തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടിയാണ് ആഘോഷിച്ചത്. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ എൽഷെഡ് ബിൽഡിംഗിലേക്ക് വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പൂമരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ. സമീപത്തെ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ പൂമരമാണ് എൽഷെഡ് ബിൽഡിംഗ് കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ KSU മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, പുന്നൂർ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിത്തിരുത്തിൽ ബൂംബേഴ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾ സ്ട്രോബെറി ഡേ ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.